കുറി നടത്തിയും കച്ചവടം ചെയ്തും സ്വരൂപിച്ച പൈസയുമായി സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ പങ്കെടുത്ത് പളിയ നൃത്തത്തിൽ എ ഗ്രേഡ് കരസ്ഥമാക്കിയ മടപ്പള്ളി VHSCയിലെ വിദ്യാർത്ഥികളുടെ മികവ് ഏവരുടെയും ശ്രദ്ധ പിടിച്ചുപറ്റിയിരിക്കുകയാണ്. കൂടുതലായും സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന വിദ്യാർത്ഥികൾ പഠിക്കുന്ന സർക്കാർ വിദ്യാലയമായ മടപ്പള്ളി VHSC സ്കൂളിലെ അധ്യാപകർ സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ പങ്കെടുക്കാനായി വലിയൊരു സാമ്പത്തിക ബാധ്യത മുന്നിൽ വന്നപ്പോൾ പുതുവഴി കണ്ടെത്തിയാണ് ഇതിനെ മറികടന്നത്. സ്കൂളിലെ അധ്യാപകർ ചേർന്ന് ചിട്ടിവെച്ചും വിദ്യാർത്ഥികൾ മറ്റു കച്ചവടം നടത്തിയുമാണ് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ പങ്കെടുക്കാനുള്ള ഫണ്ട് സമാഹരിച്ചത്. 1 ലക്ഷത്തിന് മുകളിൽ വരുന്ന സാമ്പത്തിക ബാധ്യത ഇതോടുകൂടി തരണം ചെയ്യാൻ ഇവർക്ക് കഴിഞ്ഞു. സാമ്പത്തിക പ്രയാസം ഒരു ഭാഗത്ത് നിൽക്കുമ്പോൾ കഠിനമായ പരിശ്രമത്തിലൂടെയാണ് വിദ്യാർത്ഥികൾ സംസ്ഥാന തലത്തിൽ എ ഗ്രേഡ് കരസ്ഥമാക്കിയത്. തുടർച്ചയായ 2ാം തവണയും മടപ്പള്ളി VHSC വിദ്യാർത്ഥികൾ സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ ഗോത്രവർഗ ഡാൻസായ പളിയ നൃത്തത്തിൽ എ ഗ്രേഡ് നേടിയത്. ഗ്രൂപ്പ് ഇനത്തിൽ കുട്ടികളെ സംസ്ഥാന കലോത്സവത്തിൽ പങ്കെടുപ്പിക്കാൻ വലിയ സാമ്പത്തിക ബാധ്യത വരുമെന്ന് കണ്ടറിഞ്ഞ അധ്യാപകർ പുതിയ മാർഗം സ്വീകരിച്ചത്. സബ് ജില്ലയിലും ജില്ലയിലും അപ്പീലിലൂടെ വന്നാണ് ഈ വർഷം സംസ്ഥാന സ്കൂൾ തലത്തിൽ മടപ്പള്ളി VHSC എ ഗ്രേഡ് നേടിയത്. ഗോത്രകലയുടെ തനിമയും താളവും ഈണവും പൂർണ്ണമായും നിലനിർത്തിക്കൊണ്ടാണ് കുട്ടികൾ വേദിയിൽ നിറഞ്ഞാടിയത്. പാരമ്പര്യ രീതിയിലുള്ള ആഭരണങ്ങൾ മുളയിലും മരത്തിലും നിർമ്മിച്ചെടുത്തത് വിദ്യാർത്ഥികളും അധ്യാപകരും ചേർന്നാണ്. ഇടുക്കി ജില്ലയിലെ കുമളിയിലെ യഥാർത്ഥ പളിയ കലാകാരന്മാരുടെ മാർഗനിർദ്ദേശം അനുസരിച്ച് ഈ വിദ്യാലയത്തിലെ അധ്യാപകരായ പ്രവീൺ ജ്യോതി, പ്രശാന്ത് വരവൂർ, ഓഫീസ് അസിസ്റ്റന്റ് LV ബാബു എന്നിവരാണ് നൃത്തം പരിശീലിപ്പിച്ചത്. രാഖി, ആതിര എന്നീ അധ്യാപികമാരാണ് കുട്ടികളെ അണിയിച്ചൊരുക്കിയത്. കഴിഞ്ഞ അധ്യയന വർഷത്തിലാണ് 5 ഗോത്രകലകൾ നമ്മൾ ഈ കലോത്സവത്തിൽ ഉൾപ്പെടുത്തിയത്. അപ്പൊ അത് കിർത്താഡ്സിന്റെ ഒരു റെക്കമെൻഡേഷന്റെ ഭാഗമായിട്ടാണ് 5 കലകൾ വന്നത്. പളിയ നൃത്തം, പണിയ നൃത്തം, ഇരുള നൃത്തം, മലപ്പുലയാട്ടം, മംഗലം കളി. അപ്പോൾ നമ്മൾ കഴിഞ്ഞ വർഷം നമ്മൾ എല്ലാറ്റിലും പങ്കെടുക്കുന്നതാണ് ഈ സ്കൂളിൽ നിന്ന്. അപ്പോൾ അതിൽ പളിയ നൃത്തമാണ് പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ഒരു ചാർജായിട്ട് ഞങ്ങൾക്ക് വന്നത്. അപ്പൊ അതിനു മുമ്പ് പളിയ നൃത്തം എന്താ നമ്മൾ കേട്ടിട്ടേ ഇല്ല. അപ്പൊ നമ്മളതിൽ നെറ്റിൽ അതിനെ കുറിച്ചൊക്കെ നോക്കി പിന്നെ ബാബേട്ടനാണ് കിർത്താഡ്സിൽ കോണ്ടാക്ട് ചെയ്തിട്ട് ഈ ശരിക്കുള്ള പളിയ കലാകാരന്മാരെ നമ്മൾ കോണ്ടാക്ട് ചെയ്തത്. ഒരു സന്തോഷ് സാറുണ്ട്. സന്തോഷ് സാറാണ് നമുക്ക് കിട്ടിയത്. സത്യത്തിൽ അതൊരു ഭാഗ്യമാണ്. കൃത്യമായിട്ടുള്ള ഒരാളെ നമുക്ക് കിട്ടി. അപ്പൊ അദ്ദേഹമായിട്ട് സംസാരിച്ചു കഴിഞ്ഞപ്പോൾ അത് ഈ കലയെക്കുറിച്ച് കൃത്യമായിട്ട് പറഞ്ഞു. അത് അവരുടെ ഒരു അനുഷ്ഠാനമാണ്, ഒരു ആരാധന നൃത്തമാണ്. അപ്പൊ അതിന്റെ ഒരു ഗൗരവമൊക്കെ അവർ പറഞ്ഞു തന്നു. പിന്നെ അതിന്റെ വരികൾ അവരുടെ കയ്യിലില്ല, വാമൊഴിയായിട്ട് കലങ്ങളായിട്ട് വരുന്നതാണ് വരികൾ. അപ്പൊ അവർ നമുക്ക് വേണ്ടിയിട്ട് അവരത് എഴുതിയിട്ട് നമുക്ക് അയച്ചു തരാണ് ചെയ്തത്. പിന്നീട് അവർ കളിച്ചിട്ടുള്ളൊരു യൂട്യൂബിലൊന്നും ഇല്ലാത്തൊരു വീഡിയോ നമുക്ക് അയച്ചു തന്നു. അപ്പൊ അത് വെച്ചിട്ട് നമുക്ക് ഫോക്ലോറായിട്ട് ഇപ്പൊ ഞങ്ങൾക്ക് എല്ലാവരും ബന്ധമുണ്ട് ആദ്യം മുതൽ. അപ്പൊ അതിനൊരു അടിസ്ഥാന താളം ഉണ്ടായിരിക്കും, അടിസ്ഥാന ചുവടുണ്ടായിരിക്കും. അപ്പൊ ആ ചുവട് നമ്മൾ മനസ്സിലാക്കിയെടുത്തു. അതൊരു 2-3 ദിവസം അതിങ്ങനെ കണ്ടിട്ടാണ് അടിസ്ഥാന ചുവട് മനസ്സിലാക്കി. ആ അടിസ്ഥാന ചുവട് നമ്മൾ തുടങ്ങി. പിന്നീട് ഓരോ വാക്കിനും ഓരോ മുദ്രകളുണ്ട്. ഇപ്പൊ അവരുടെ ഇതിൽ വരുന്നത് ഈ വനദേവത, അതുപോലെ പ്രകൃതി ശക്തികളൊക്കെയാണ് പറയുന്നത്. അപ്പൊ അതിനെ കുറിച്ചൊക്കെ പറയുമ്പോൾ അതിനനുസരിച്ചിട്ടുള്ള ആക്ഷൻസ് ഉണ്ട്. അപ്പൊ നമ്മൾ അങ്ങനെ സൂക്ഷ്മമായിട്ട് വളരെ മൈന്യൂട്ട് ലെവലിൽ നമ്മൾ ഈ കല പഠിച്ചെടുത്തു. എന്നിട്ട് നമ്മൾ തുടങ്ങുന്ന സമയത്ത് എല്ലാവരും വീഡിയോ കോളിലും അല്ലാതെയൊക്കെ അവരെ കോൺടാക്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ അവർ പറയുന്ന രീതിയിൽ നമ്മൾ കുട്ടികളെ പഠിപ്പിച്ചു. പിന്നീട് ഒരു ഘട്ടത്തിൽ അവർക്ക് ഒഴിവുള്ള സമയത്ത് അവർ വന്നിട്ട് നമ്മൾ ചെയ്തത് കറക്റ്റ് ചെയ്ത് തരികയും ചെയ്തു. അപ്പൊ നമുക്ക് സ്ഥിരമായിട്ട് അവരെ പറ്റാതിരുന്നത് നമ്മുടെ സാമ്പത്തികമാണ്. നമുക്കറിയാലോ, ഗവൺമെന്റ് സ്കൂളാണ്. അപ്പൊ നമുക്ക് അത്രയും ഒരു സമ്പത്തില്ലാത്തത് കൊണ്ട് നമ്മൾ തന്നെ പഠിപ്പിച്ചു. അവരുടെ ഒരു അനുഗ്രഹം കൂടെ നമുക്കുണ്ട്. ആ രീതിയിൽ നമ്മൾ പഠിപ്പിച്ചെടുത്തു. കഴിഞ്ഞ വർഷം പഠിപ്പിച്ചെടുത്ത് നമുക്ക് സ്റ്റേറ്റിൽ പോകാൻ കഴിഞ്ഞു. തനതായ രൂപത്തിലാണ്. അപ്പോൾ അവർ അവതരിപ്പിക്കുന്ന അവരുടെ ഈ പളിച്ചമ്മയുടെ നടയിൽ അവതരിപ്പിക്കുന്ന നൃത്തം എങ്ങനെയാണോ അതേപോലെ തന്നെയാണ് നമ്മൾ ചെയ്യുന്നത്. അതേ ആടാഭരണങ്ങളാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഇപ്പൊ മരത്തിൽ നിർമ്മിച്ചിട്ടുള്ള മുത്തുകളാണ്, അതുപോലെ മുളയിൽ നിർമ്മിച്ചിട്ടുള്ള ആഭരണങ്ങളാണ്. ഇതെല്ലാം അതേ രൂപത്തിൽ അതേ വാദ്യങ്ങൾ ഉപയോഗിച്ച് അവരുടെ അടിസ്ഥാന താളം ഉപയോഗിച്ച് പാട്ടുകളുടെ വരികൾ അവരെന്താണോ പറയുന്നത് ആ വരികൾ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ അവതരിപ്പിച്ചത്. പിന്നെ നമുക്ക് ഇതിന്റെ ഒരു വലിയ വെല്ലുവിളി എന്ന് പറയുന്നത് സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങളാണ് വന്നത്. അപ്പൊ സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടുപിടിച്ചത് കുറച്ച് ഒരു വലിയൊരു യാത്രയായിരുന്നു. ഈ കല ഞങ്ങൾ സ്റ്റേറ്റിലേക്ക് എത്തിക്കുമ്പോൾ വലിയ പ്രതിസന്ധിയായിരുന്നു ഈ സ്കൂളിലുണ്ടായിരുന്നത്. കാരണം സർക്കാർ സ്കൂൾ പഠിക്കുന്ന പാവപ്പെട്ട വിദ്യാർത്ഥികളെ സ്റ്റേറ്റിലെത്തിക്കുക, അതൊരു ഗ്രൂപ്പ് ഐറ്റംസിൽ 12 കുട്ടികളെ സ്റ്റേറ്റിലെത്തിക്കുക എന്ന് പറയുന്നത് വലിയൊരു പ്രതിസന്ധിയായിരുന്നു. കഴിഞ്ഞ വർഷം ഇതിന്റെ തുടക്കം എന്ന രീതിയിൽ ഇതിന്റെ ആടയാഭരണങ്ങളും മറ്റും നിർമ്മിക്കാനും മറ്റുള്ള സാധന സാമഗ്രികളൊക്കെ നിർമ്മിക്കാൻ വലിയൊരു സാമ്പത്തികം ഞങ്ങൾ വന്നു. കാരണം സബ് ജില്ലയിലും ജില്ലയിലും അതുപോലെ തന്നെ സ്റ്റേറ്റിൽ എത്തുമ്പോഴേക്കും 1 ലക്ഷം രൂപയോളം ആയിട്ടുണ്ട്. അതിന്റെ യാത്രാ ചെലവും കുട്ടികളുടെ ഭക്ഷണം, താമസം. കഴിഞ്ഞ വർഷം തിരുവനന്തപുരത്തായിരുന്നു. അത്രയും ചെലവുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു രീതിയിൽ അടുത്ത വർഷവും നടത്തുക എന്ന് പറയുന്നത് വലിയ പ്രതിസന്ധിയായിരുന്നു. അതിന് ഞങ്ങൾ കണ്ട മാർഗം
കാരണം ഇവിടുത്തെ അധ്യാപകരും അതുപോലെ തന്നെ എല്ലാവരും കൂടി ആലോചിച്ചപ്പോൾ ഞങ്ങളൊരു ചിട്ടി വെച്ചു. അതായത് ഈ ഇവിടുത്തെ അധ്യാപകര് 20ഓളം പേരുള്ള അധ്യാപകര് മാസത്തിൽ 5000 രൂപ സമാഹരിച്ചിട്ട് ഒരു ചിട്ടി സംഘടിപ്പിക്കുകയും അതിൽ 21 ചിട്ടി, അതിൽ ഒരു ചിട്ടി എന്ത് ചെയ്യും ഈ കലയ്ക്ക് വേണ്ടിയിട്ട് മാറ്റി വെക്കുകയും ചെയ്തു. പിന്നെ അത് മാത്രമല്ല, ഇവിടെ നടന്ന സബ് ജില്ലാ കലോത്സവം അതുപോലെ തന്നെ സ്പോർട്സ് ഡേ അങ്ങനെയുള്ള ദിവസങ്ങളിൽ എണ്ണക്കടികളും അതുപോലെ തന്നെ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വിറ്റിട്ട് കച്ചവടം ചെയ്ത് അതിൽ നിന്നും സമാഹരിച്ച സാമ്പത്തികമൊക്കെ കൊണ്ടാണ് ഇത് ചെയ്തത്. അത് മാത്രമല്ല PTA-യും അതുപോലെ തന്നെ രക്ഷിതാക്കളും അവരുടെ സാമ്പത്തിക സ്ഥിതിക്കനുസരിച്ചുള്ള സഹായം, അത് അധ്യാപകരുടെ കൂട്ടായ്മ, ഇതെല്ലാം കൊണ്ടാണ്. പിന്നെ ഇതിന്റെ ആടയാഭരണങ്ങൾ നിർമ്മിക്കുന്നതിന് വലിയ വിദഗ്ധനാണ് പ്രവീൺ സാറ്. അദ്ദേഹമാണ് ഇതിന്റെ വളയും മാലയും മുത്തുകളൊക്കെ നിർമ്മിച്ചത്. ഇത് ഒരു കൂട്ടായ്മ, അധ്യാപകരുടെയും അതുപോലെ തന്നെ ഇവിടെയുള്ള എല്ലാവരുടെയും കൂട്ടായ്മ. അതുപോലെ തന്നെ ഇതിലെ വരുന്ന ഇഞ്ച എന്നുള്ള ഒരു മരത്തിൽ നിന്ന് ആണ് അതിന്റെ ഒരു വസ്ത്രം ഉണ്ടാക്കുന്നത്. അത് തേടിപ്പോയത് ദിവസങ്ങളോളം തേടിപ്പോയിട്ടുണ്ട് ഞങ്ങൾ. അവസാനം ഞങ്ങൾക്ക് എവിടെ കിട്ടും എന്നുള്ളത് ആ സ്ഥലം കണ്ടുപിടിച്ചിട്ടാണ്. അതൊക്കെ അതിന്റെയൊക്കെ പിന്നിലുള്ള നല്ലൊരു അധ്വാനം പ്രവീൺ സാറിന് ഉണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ പ്രശാന്ത് സാറ് അതിന്റെ നൃത്ത ചുവടുകളിൽ വലിയ വിദഗ്ധനായിരുന്നു. ആ ഒരു കലാരംഗത്തെ കുട്ടികളെ നൃത്ത ചുവടുകൾ അനായാസം മനസ്സിലാക്കി എന്ത് ചെയ്തു കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാനും കഴിഞ്ഞിട്ടുണ്ട്. ആ ഒരു കുട്ടികൾക്ക് വലിയൊരു അനുഭവമാണ്. പാവപ്പെട്ട കുട്ടികൾക്ക് സ്റ്റേജിലെത്തി ആ സ്റ്റേജും അവിടുത്തെ അന്തരീക്ഷവും കാണുമ്പോൾ അവർക്കുണ്ടാകുന്ന സന്തോഷം, അതാണ് ഏറ്റവും വലിയൊരു കാര്യമായിട്ട് എനിക്ക് തോന്നിയത്. ഇത്തരം കുട്ടികൾ അടുത്ത വർഷവും ഞങ്ങൾ ഇങ്ങനെ എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പരിശ്രമമാണ് തുടരുന്നത്. അതിൽ പ്രിൻസിപ്പാളും അതുപോലെ തന്നെ അധ്യാപകരും രക്ഷിതാക്കളൊക്കെ സഹകരിച്ചതിന് വലിയൊരു നന്ദിയുണ്ട്, സന്തോഷമുണ്ട്. പ്രിൻസിപ്പൽ സിജു മറ്റു അധ്യാപകരുടെയും പൂർണ്ണ പിന്തുണയോട് കൂടിയുള്ള മാസങ്ങളുടെ പരിശ്രമമാണ് കലോത്സവ വേദിയിൽ പൂവണിഞ്ഞത്. തുടർച്ചയായ 2ാം വർഷമാണ് ഞങ്ങളുടെ സ്കൂളിൽ നിന്ന് പള്ളിനൃത്ത വിഭാഗത്തിൽ കുട്ടികൾ സംസ്ഥാന തലം വരെ എത്തുകയും എ ഗ്രേഡ് കരസ്ഥമാക്കുക മാത്രമല്ല അവിടെയുള്ള ജഡ്ജസിന്റെ ഒക്കെ മികച്ച അഭിപ്രായം പ്രകടനത്തിൽ അവരുടെ പ്രശംസയ്ക്കൊക്കെ പാത്രമാവുകയും ചെയ്തു. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏറെ അഭിമാനമുള്ള കാര്യമാണ്, സന്തോഷമുള്ള കാര്യമാണ്. കാരണം തീരദേശ മേഖലയിൽ സാധാരണക്കാരായ വിദ്യാർത്ഥികൾ പഠിക്കുന്ന ഒരു സർക്കാർ വിദ്യാലയമാണിത്. ഇവിടെ നിന്ന് 2 വർഷം തുടർച്ചയായി സംസ്ഥാന തലത്തിൽ വരെ എത്തിക്കാൻ സാധിക്കുകയും മികച്ച പഠനങ്ങൾ അവിടെ കാഴ്ചവെക്കാൻ സാധിച്ചതിൽ വളരെ അഭിമാനമുണ്ട്. ഒട്ടേറെ പ്രതിസന്ധികൾ ഉണ്ടായിരുന്നു സാമ്പത്തിക കാര്യത്തിലടക്കം. പ്രത്യേകിച്ച് എടുത്തു പറയേണ്ടത് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ വിദ്യാലയത്തിലുള്ള പ്രശാന്ത് സാറ്, പ്രവീൺ സാറ്, ബാബു ഏട്ടൻ, ഇവരുടെയൊക്കെ ഒരു ക്ഷീണമായിട്ടുള്ള പരിശ്രമത്തിന്റെ ഭാഗമായിട്ടാണ് കുട്ടികളെ നല്ല രീതിയിൽ ട്രെയിൻ ചെയ്ത് പ്രത്യേകിച്ച് പരിശീലനം ഇല്ലാതെ തന്നെ അതിനുവേണ്ട എല്ലാ രീതിയിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ട് തന്നെ സംസ്ഥാന വരെ എത്തിക്കാനൊക്കെ സാധിച്ചിട്ടുണ്ട്. ചിത്തിര മാസത്തിലെ ഉത്സവത്തിന്റെ ഭാഗമായി കുലദേവതയായ എളാത്ത് പളിച്ചിയമ്മയുടെ നടയിൽ പളിയ വിഭാഗക്കാർ അവതരിപ്പിക്കുന്ന ആരാധനാ നൃത്തമാണ് പളിയ നൃത്തം. മഴ ലഭിക്കാനും നല്ല വിളവ് ലഭിക്കാനും രോഗശമനത്തിനും വേണ്ടിയാണ് ഈ നൃത്തം അവതരിപ്പിച്ചു വരുന്നത്. പ്രകൃതിയെയും ദേവതകളെയും സ്തുതിക്കുന്ന 9 ഖണ്ഡങ്ങൾ ഉൾപ്പെടുന്ന ഈ നൃത്തത്തിന്റെ ആദ്യ ഭാഗം ഭക്തിയോടെയും പിന്നീടുള്ള ഭാഗം ഉല്ലാസത്തോടെയും കളിക്കുന്നു. ദേവിയെ സ്തുതിച്ച് തൊഴുത് വണങ്ങിയാണ് നൃത്തം അവസാനിപ്പിക്കുന്നത്. കഴിഞ്ഞ പ്രാവശ്യവും സ്റ്റേറ്റിൽ കിട്ടിയിട്ടുണ്ടായിരുന്നു. ഭയങ്കര സ്ട്രഗിൾ ചെയ്തിട്ടാണ് ഇപ്രാവശ്യം സ്റ്റേറ്റിൽ പോയിട്ടുണ്ടായിരുന്നത്. അപ്പോ ഇപ്രാവശ്യം എന്ന് വെച്ചാല് ഇവിടെ സബ് ജില്ലയിലും നമ്മൾ അപ്പീൽ കൊടുത്തിട്ടാ സ്റ്റേറ്റിൽ കയറിയെ. കാരണം എന്ന് വെച്ചാൽ ഇവിടുത്തെ സബ് ജില്ലത്തെയും ജില്ലത്തെയും ജഡ്ജ്മെന്റ് ശരിയിലായിരുന്നു. പഴയ നൃത്തത്തിനെ പറ്റിയിട്ട് അറിഞ്ഞുകൂടാത്ത ആൾക്കാരാണ് അവിടെ വന്നിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഭയങ്കര സ്ട്രഗിൾ ചെയ്തിട്ടാണ് ജില്ലയിലും സബ് ജില്ലയിലും അപ്പീൽ കൊടുത്തിട്ട് സ്റ്റേറ്റിൽ കയറി അവിടെ ഫസ്റ്റ് വാങ്ങി. അതിൽ ഭയങ്കര സന്തോഷമുണ്ട് എല്ലാവർക്കും. സാറന്മാരെ ഒരേ ഒരു എഫേർട്ട് കൊണ്ടാണ് നമ്മൾ ഇവിടത്തം വരെ എത്തിയത്. കാരണം എന്ന് വെച്ചാൽ രാവും പകലൊന്നും ഇല്ലാണ്ട് സാറന്മാര് കോസ്റ്റ്യൂംസ് ആയാലും ഉപകരണങ്ങളായാലും എല്ലാം നമുക്ക് വേണ്ടിയിട്ട് അത്രയും കഷ്ടപ്പെട്ടിട്ടാണ് ഉണ്ടാക്കിയിട്ടുണ്ടായത്. അപ്പോ ഇത് ഈ അപ്പീൽ കൊടുത്ത് കേറുന്നതിനും സാറന്മാർ ഭയങ്കര നമ്മളെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവരുടെ ഒരു സപ്പോർട്ട് കൊണ്ടാണ് നമ്മൾ ഇവിടത്തെ വരെ എത്തിയിട്ടുണ്ട്. പ്രത്യേകമായിട്ട് വേറെ പരിശീലന്മാരൊന്നുമില്ല. സാറന്മാരും നമ്മളെല്ലാം കൂടെ പഠിച്ചാണ് ഈ നൃത്തം. പിന്നെ പുറത്തുനിന്നുള്ള ഇടുക്കിയിട്ട് ആൾക്കാരെ കോസ്റ്റ്യൂംസും അതും ഇതും ഡാൻസും എല്ലാം നോക്കിയിട്ട് അവര് 2 ദിവസം ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. എന്നുവെച്ച് അവര് കുറച്ച് സ്റ്റെപ്സ് എല്ലാം കാണിച്ചു തന്ന് നമ്മള് ശരിയല്ലാത്തത് കറക്റ്റ് ആക്കി തന്ന് അങ്ങനെയാണ് നമ്മൾ പഠിച്ചിട്ട്.
മാസത്തിലെ ഉത്സവത്തിന്റെ ഭാഗമായിട്ടാണ് ഈ പളിയ നൃത്തം അവതരിപ്പിക്കുന്നത്. അവിടുത്തെ കുലദേവതയായിട്ടുള്ള ഏളാത്ത് പളിച്ചി അമ്മയുടെ നടയിൽ അവതരിപ്പിക്കുന്ന ഒരു നൃത്തമാണ് ഈ പളിയ നൃത്തം. അതിനായിട്ട് തീച്ചട്ടി, അമ്മൻകുടം, മാവിളക്ക് അതുപോലത്തെ സാധനങ്ങളൊക്കെ ഇതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കും. ഇത് കുറെ കാലം അവർ വ്രതം എടുത്ത് ചെയ്യുന്ന ഒരു ഡാൻസ് ആണ്. അവിടുത്തെ രോഗശമനത്തിനും നല്ല വിളവ് ലഭിക്കാനും വേണ്ടിയിട്ടാണ് അവരിത് ചെയ്യുന്നത്. നല്ലൊരു അനുഭവം തന്നെയായിരുന്നു. ഞങ്ങൾ വിചാരിച്ചു സ്റ്റേറ്റിലേക്ക് എത്തൂലെന്ന് അത്രക്കും വിചാരിച്ചത്. എല്ലാവരും ഭയങ്കര സാഡായി. അവസാനം ഞങ്ങള് അങ്ങനെ ഇത് കൈവിട്ടില്ല ഞങ്ങള്.